പത്തനംതിട്ടയിലെ റാന്നിയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ പോലീസ് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു. അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ ഇന്ന് പുലർച്ചെയാണ് കാണാതായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തിരുവല്ലയിൽ നിന്നാണ് കുട്ടികളെ പോലീസ് കണ്ടെത്തിയത്. മാതാവ് വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് കുട്ടികൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാൻ. രാവിലെ നമ്മളെ വിളിച്ച് ഈ ഒരു വാർത്ത അറിയിക്കുന്നത് 7 മണിയോടുകൂടിയാണ്. പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. പക്ഷേ അപ്പോഴും പോലീസ് ഈ 12ഉം 14ഉം വയസ്സായ 2 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അപ്പോഴേ തുടങ്ങിയിരുന്നു. എന്തായാലും ആ തിരച്ചിൽ തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ആ കുട്ടികളെ കണ്ടെത്താനായി എന്നത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മാതാവ് കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരിയെ വഴക്ക് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഇവർ. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശികളാണ്. എന്തായാലും ഈ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പുലർച്ചയോടുകൂടിയാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് പിതാവാണ്. പിതാവിൻ്റെ ശ്രദ്ധയിലാണ് പെട്ടത്. അതിനുശേഷം അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ഒന്നും ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും മക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും രാവിലെ പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് റാന്നിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുട്ടികൾ എത്തി നിൽക്കുന്നു എന്ന തരത്തിൽ ആ ദൃശ്യങ്ങൾ ഒരു ഭാഗികമായി ലഭിച്ചു. എന്തായാലും ആ ദൃശ്യങ്ങൾ ലഭിച്ച ഉടൻ തന്നെ പോലീസ് ആ പ്രദേശത്തെ ചില ക്രിക്കറ്റ് കളിക്കാനും രാവിലെ ഫുട്ബോൾ കളിക്കാനുമായി എത്തുന്ന ചില കുട്ടികളുണ്ട്. അവരോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് കൃഷ്ണ എന്ന ഒരു സ്വകാര്യ ബസ്സിൽ തിരുവല്ല ഭാഗത്തേക്ക് ഈ കുട്ടികൾ പോയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. അത് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അങ്ങനെ പോയതായ ഒരു വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ തിരുവല്ലയിലെ RPFും അതുപോലെ തന്നെ തിരുവല്ലയിലെ പോലീസുമായി ബന്ധപ്പെടുന്നു. റാന്നി CIയുടെ നേതൃത്വമുള്ള സംഘം അവിടേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ കുഞ്ഞിനെ തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ ഈ 2 കുഞ്ഞുങ്ങളെ തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തിരുവല്ല പോലീസ് കണ്ടെടുക്കുന്നു. എന്തായാലും റാന്നിയിലേക്ക് ആ കുട്ടികളെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഇടപെടൽ ആശ്വാസകരമായി തന്നെയാണ്. എന്തായാലും കുട്ടികളെ സുരക്ഷിതമായി തന്നെ റാന്നി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു ശ്രീജിത്ത്.